അത്രയ്ക്ക് വലിയ സെൽഫി സ്റ്റിക്കൊന്നും നമ്മുടെ കയ്യിലില്ലാത്തതിൻ്റെ വലിയ പർലിംഗ് പൈപ്പിനകത്ത് ഗോപ്രോ കെട്ടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് അതിമനോഹരമായ ദൃശ്യങ്ങൾ പകർത്താനുള്ള ശ്രമമാണ് ഈ കാണുന്നത്. അതെ, ആങ്കർ കയറിയിട്ടുണ്ട്. നമ്മുടെ ബെന്നിച്ചൻ പങ്കേനകത്ത് വല ചുറ്റിയേക്കണ ചെത്താൻ ഇറങ്ങിയൊക്കെയുണ്ട്. കടലിൻ്റെ ആ ഒരു കളറുണ്ട്. പിന്നെ ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വല വലിച്ചുകൊണ്ടിരിക്കുന്ന ബോട്ടിൻ്റെ പ്രൊപ്പലർ കിടന്ന് കറങ്ങണ ആ ഒരു സ്പീഡ് ഉണ്ട്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ നേരത്തിനുള്ള റെസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു തിരിവ് വന്നിട്ടുണ്ട്, മീനിൻ്റെ തിരിവ്. അപ്പോൾ വലയിടാനായിട്ട് നമ്മുടെ ആങ്കർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്ന. ആങ്കർ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെളിയിൽ ഇങ്ങനെ അതിൻ്റെ പല്ലുകൾ ഇങ്ങനെ കുത്തി നിൽക്കിയായിരിക്കുള്ളൂ. അപ്പോൾ ആ കുത്തി നിൽക്കണതിനെ നമ്മൾ ഓപ്പോസിറ്റ് ഇട്ട് ഓടിച്ച് ആങ്കറിനെ പൊട്ടിച്ചിട്ട് വേണം ആങ്കർ നമ്മൾ ബോട്ടിലേക്ക് കയറ്റാനായിട്ട്. ആങ്കർ എന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുമല്ലോ, നമ്മുടെ നങ്കൂരം ഉണ്ട്, അതായത് ഈ ഷിപ്പിനൊക്കെ ഇടുന്ന നങ്കൂരില്ലേ, അതിനാണ് ആങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ അതെ, ഇതിൻ്റെ റോപ്പ് ബാക്കിലേക്ക് കൊണ്ടുപോകാൻ, അതായത് നമ്മുടെ അമരത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ ആങ്കർ പൊക്കിയെടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ബാക്ക് സൈഡിലാണുള്ളത്. അങ്ങനെ റോപ്പ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ റോപ്പ് കൊണ്ടുവന്ന് കപ്പി കൊടുത്തിട്ട് നമ്മൾ നേരെ വീഞ്ചിലേക്ക് കൊളുത്തിയെടുക്കേണ്ട. വീഞ്ച് കറക്കിയാണ് നമ്മുടെ ആങ്കറിനെ വെള്ളത്തിൻ്റെ, അതായത് കടലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കുന്നത്. ബോട്ടിൻ്റെ നങ്കൂരം കടലിൻ്റെ അടിത്തട്ടിന്ന്, അതായത് ആ ചെളിയിൽ നിന്ന് ഇങ്ങനെ പൊന്തി വന്നൊരു കാഴ്ച ഉണ്ട്. ഇതുമ്മ ചെളിയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോന്നായിരിക്കുള്ളൂ. ചിലപ്പോൾ 250 കിലോ ഉണ്ടാവും, ചിലപ്പോൾ 300 കിലോ ഉണ്ടാവും. അത് ഓരോ സ്രാങ്ങന്മാരുടെ ഇഷ്ടത്തിന് ആങ്കർ പണിയിക്കണനുസരിച്ചാണ്. അങ്ങനെ ആങ്കറെല്ലാം കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ നേരെ വലയിടാനായിട്ട് പോകേണ്ട. ഈ വല ഇങ്ങനെ വെറുതെ ഇടുമ്പോൾ നിങ്ങൾ ചിന്തിക്കും എങ്ങനെയാണ് ഇതിൽ മീൻ കയറണമെന്നുള്ളത്. അതായത് ഏറ്റവും ആദ്യം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കണ്ണികളായിരുന്നു. വലിയ കണ്ണികളിൽ നിന്ന് അങ്ങോട്ട് ചെറുതായി ഏറ്റവും ചെറിയ കണ്ണികളായിരിക്കുള്ളൂ നമ്മുടെ എൻഡിൽ വന്നത്. അതാണ് കോഡൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോപ്പും ബോർഡും ഇതെല്ലാം ഇറങ്ങി പോകണനുസരിച്ച് നമ്മുടെ വലനെ താത്തുകയും ചെയ്യും. ബോട്ട് മുന്നോട്ട് കുതിക്കുന്തോറും വല വികസിക്കുകയും ചെയ്യോട്ടെ. 25 മാറ് വെള്ളമുണ്ട് ഇവിടെ ഉള്ളത്. അതായത് 25 ആളുകൾ ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ ഹൈറ്റ്. ഒരു മാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 6 അടി 6 ചില്ലറയോളം വരോട്ടെ. അപ്പോൾ നമ്മൾ വലയെല്ലാം ഇട്ട് വയർ റോപ്പൊക്കെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് ഇനി കപ്പി കൊടുക്കാൻ സ്രാങ്ക് പറഞ്ഞിട്ട് കപ്പിയിൽ നമ്മൾ പൊക്കി ഇങ്ങനെ പുറത്തേക്കാക്കി വെക്കേണ്ട നമ്മുടെ റോപ്പ്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കറക്കി പാറയുടെ മുകളിൽ കൂടെ ഇട്ട് വലിച്ചുകൊണ്ട് പോകുമ്പോൾ കൂടുതലും സൗകര്യം ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇപ്പിട്ടേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയിലക്കാണ്. അപ്പോൾ നമ്മൾ വല പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ എങ്ങനെയാണെന്ന് കാണാട്ടെ. വലയിട്ട് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും ഇനി വല എടുക്കണത്. അപ്പോൾ അത്ര നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാർക്ക് വേറെ പണികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, സ്രാങ്കായിരിക്കുള്ളൂ ശരിക്കുമിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗോപ്രോ വെച്ചിട്ട് ഓരോ ഇങ്ങനെ അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കേണ്ട. പക്ഷേ ഈ ഒരു കാഴ്ച നിങ്ങൾ ആരും അങ്ങനെ കണ്ടു കാണാനായിട്ട് വഴിയില്ല. അതായത് സ്പീഡ് പണി എടുത്തുകൊണ്ടിരിക്കുന്ന ബോട്ടിൻ്റെ പങ്കടന്ന് കറങ്ങണത് കണ്ടിട്ടുണ്ട്. ഇത് നോക്കി, അത്രയും ഹൈ പ്രഷറിൽ വെള്ളത്തിനെ തള്ളി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കേണ്ട. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇത് കാണിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അകന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ കമ്പിമേണ് ഇങ്ങനെ ഈ ഗോപ്രോ പിടിച്ചേക്കണം, ബോട്ടാണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ വിട്ടെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുള്ളത്. കണ്ട, പങ്ക കിടന്ന് ഹൈ പ്രഷറിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിയാണ് നമ്മുടെ ആ ഒരു വെള്ളത്തിനെ തള്ളി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2.5 മണിക്കൂറോളം നമ്മൾ വല വലിച്ചിട്ടുണ്ട്. ഇനി ആ വല തിരിച്ച് നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറ്റാൻ പോകേണ്ട. അപ്പോൾ കപ്പിമ കൊടുത്തിരുന്ന നമ്മുടെ റോപ്പ് നേരെ ഗാലൗസിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി വീഞ്ച് പ്രവർത്തിച്ച് നമ്മൾ കടലിലേക്ക് എന്തൊക്കെയാണ് വിട്ടത് അതെല്ലാം വലിച്ച് തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കാൻ പോകേണ്ട. അപ്പോൾ അതിൻ്റെ ഒപ്പം വേറെ മീനും കൂടി ഉണ്ടാവട്ടെ നമ്മുടെ ഒപ്പം. എന്ത് മീനാണെന്ന് അറിയില്ല, അത് കോടൻ്റെ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് നോക്കാൻ നേരത്ത് 2 മാർക്കിങ് ഉണ്ടാ നിങ്ങൾ. ഇതാണ് നമ്മുടെ എത്ര റോപ്പ് എത്ര ഭാഗം ഇറക്കി വിടണമെന്ന് സ്രാങ്ക് പറയുമ്പോൾ ആ ഒരു മാർക്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കടലിൻ്റെ ആഴത്തിനനുസരിച്ച് റോപ്പ്, അത് ഓരോ മാറാണ് നമ്മുടെ, ഓരോ മാറ് 2 മാറ് ഇത്ര മാറൊക്കെയാണ് ആ ഒരു മാർക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ട,
അയല പൊരിച്ചതുണ്ട്. ഇന്ന് അയല പൊരിച്ചാണ്ട, കാരണം അയലയാണ് നമ്മുടെ വലയനകത്ത് കയറിക്കണത്. ഇനി ഇത് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ വേറെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഇത് മുകളിലേക്ക് കയറട്ടെ, അതായത് കോടൻ്റെ ഒക്കെ നമ്മുടെ ബോട്ടിലേക്ക് ഇട്ട് പൊട്ടിക്കട്ടെ. അപ്പോൾ കാണാം ഈ കൂട്ടത്തിൽ വേറെ എന്തൊക്കെ മീനുകൾ ഉണ്ടാവും എന്നുള്ളത്. കണ്ട, ഇവിടെ പുറത്തുനിന്ന് നോക്കാൻ നേരത്ത് കൂടുതലും അയലയാണ്. അയലയും കൂന്തലും പിന്നെ നമ്മുടെ കുറച്ച് വറ്റയും എല്ലാം കൂടി മിക്സ് ആണ്ട. ഇനി ഇത് ഓരോന്ന് വേണം നമുക്ക് തിരിഞ്ഞെടുക്കാനായിട്ട്. കുറച്ച് ചരക്ക് നമുക്ക് കിട്ടിയതിൻ്റെ പേരിൽ ഇനിയും ഒരു വലയും കൂടിയും വെക്കാമെന്നും പറഞ്ഞിട്ട് നേരെ വടക്കോട്ടേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അയിലക്കുട്ടന്മാരെയും പിന്നെ അതുപോലെ നമുക്ക് കിട്ടിയാണ് ഈ പറഞ്ഞ വറ്റയും അങ്ങനെ പല പല മിക്സിങ് ആയിട്ടാണ് കിട്ടിയാണ്. കൂടുതലും അയിലേണ്ട, എല്ലാവരെയും തിരിഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ തിരിയുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂന്തലും അത്യാവശ്യം വലിപ്പമുള്ള കൂന്തലും നമുക്ക് കിട്ടിയിട്ട് നിൻ്റെ ഒപ്പം. അടുത്ത വലയിടാൻ ചീറിപ്പാഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു തിരിവ് വന്ന് പണി മോശമാണെന്നുള്ള രീതിയിൽ. അങ്ങനെ എന്ത് ചെയ്ത് വലിയ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ചെറിയ എഞ്ചിൻ ഓൺ ആക്കിയിട്ട് നമ്മുടെ ജനറേറ്ററിൽ കടലിലെ വെള്ളം തന്നെ വെച്ച് പിടിച്ച മീനുകളെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട് ഈ കാണുന്ന ഓരോരോ ബോക്സായിട്ട്. അപ്പോൾ അതേ നല്ല തിളങ്ങണ അയിലക്കുട്ടന്മാരാണ്ടെല്ലാനും കൂടുതലും. ഓരോരോ ബോക്സ് വെച്ച് നമ്മുടെ ആൻറ്റിച്ചേട്ടനും സുരേഷ് ചേട്ടനും കൂടി നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി കൊടുത്ത്. അത് ഉള്ളിൽ നിന്ന് വാങ്ങാനായിട്ട് രാജേഷ് ചേട്ടനും രാജീവും പിന്നെ വേറൊരു നമ്മുടെ സുഹൃത്തും കൂടിയും ബായും കൂടി ഉണ്ടായിരുന്നുണ്ട്. അങ്ങനെ തണുത്ത് കട്ട പിടിച്ചിക്കണ ഐസിന ചെറിയൊരു കട്ടാമ്പാരൊക്കെ കുത്തിപ്പൊടിച്ചും അതുപോലെ നമ്മുടെ ഷവലിന് അടിച്ചടിച്ച് ചെറിയ ചെറിയ തരികളാക്കിയിട്ടാണ് മീനിൻ്റെ മുകളിലേക്ക് ഐസ് ചെയ്യണത്. എല്ലാന്നുണ്ടെങ്കിൽ അയിലായതുകൊണ്ട് ഉടഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പലരും ചോദിക്കണ കാര്യമാണ് നമ്മുടെ ബോട്ടിനകത്ത് വെച്ച് ഐസിനകത്ത് എന്തെങ്കിലും ചേർക്കാറുണ്ടെന്നുള്ളൊരു കാര്യം. ഒരു കാര്യങ്ങളും നമ്മൾ ബോട്ടിൽ പോകുമ്പോൾ ഒന്നും ചേർക്കാറില്ല. അപ്പോൾ ഈ മീൻ ഇങ്ങനെ ചീത്താതിരിക്കണം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിരിക്കുള്ളൂ സ്റ്റോർ റൂം, അതായത് ഒരു എയർ പോലും പുറത്തേക്ക് പോകില്ല. ബോട്ടിൻ്റെ സ്റ്റോർ റൂമിൻ്റെ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഉണ്ട്. പങ്കയിൽ വല ചുറ്റാൻ നേരത്ത് ബോട്ടുമ്മ ഒരു കുടച്ചിലിങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതെ നമ്മുടെ പങ്കയം എന്തോ ചുറ്റിക്കിടക്കുന്നുണ്ട്. സാധാരണ ഈ ക്യാമറ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ചാടി ഇറങ്ങി നോക്കണ്ടെന്നാണ്, എങ്ങാലും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കടലിൽ ചാടി വീണ്ടും നനഞ്ഞിങ്ങനെ കയറണമെന്നാണ്. അപ്പോൾ ക്യാമറ ഉള്ളതിൻ്റെ പേരിൽ ഞാനൊന്ന് ഇറക്കി നോക്കിയപ്പോൾ അതെ പങ്കേമ കുറേ റോപ്പും കച്ചറകൾ കുറേ ചുറ്റി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പങ്കേമ ഇറങ്ങുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെന്നിച്ചനും പിന്നെ രാജീവ് ഭായിയാണ്. അപ്പോൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് 500 രൂപ എക്സ്ട്രാ ബാറ്റോട് കൊടുക്കാം. അതുപോലെ തന്നെ കടലിൻ്റെ ആ ഒരു കളറൊന്ന് നോക്കിയാൽ നിങ്ങൾ കണ്ണീര് പോലെ കിടക്കില്ല, അതായത് സ്വിമ്മിംഗ് പൂള് മാറിയിരിക്കും, അത്രക്ക് ക്ലിയറാണ്. അത് 25-30 മാറേ ഉള്ളൂട്ട്. ഇവിടെ കുറച്ചും കൂടി നമ്മൾ അങ്ങോട്ട് പോയി ഒരു ഡീപ് സീ ആയി കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നമുക്ക് പേടിയാവും, കാരണം ആഴം കൂടുന്തോറും നമ്മിങ്ങനെ കടലിലേക്ക് ചാടുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങനെ തണുപ്പിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂടാണ്. മറ്റേ ഡീപ് സീയിലേക്ക് പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കുള്ളൂ വെള്ളത്തിന്. കണ്ട അങ്ങനെ നേരെ നമ്മുടെ ബെന്നിച്ചിന് ഇറങ്ങിയിട്ട് ആ ഒരു കച്ചറയൊക്കെ വലിച്ചു മുറിച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കേണ്ട. ഇതാണ് പങ്കം വെച്ചിട്ട് സാധനം. പെട്ടെന്ന് മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ രാജീവായുടെ തല മുട്ടി എന്ന് പറയുന്നുണ്ടാ. അപ്പോൾ മച്ചാമാരതേ ഈ കാണുന്ന സംഭവം കണ്ട, ഇതൊരു മീനിൻ്റെ മുട്ടയാണ്. ഇത് ഏത് മീനിൻ്റെയാണെന്ന് അറിയണവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ആയിക്കാണ്. നിങ്ങൾക്ക് ഈ കടലിലെ കാഴ്ചകളും അതുപോലെ വ്യത്യസ്തമായ നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കട്ടെ. അപ്പോൾ വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.